ഹലോ, എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ ആവണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊരു കിടിലൻ വാർത്തയുണ്ട്. നമ്മുടെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് KTET, അതിന്റെ 2025-26 വർഷത്തേക്കുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷയെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യം എന്താണ് ഈ KTET എന്ന് നോക്കും. പിന്നെ ആർക്കൊക്കെ ഇത് എഴുതാൻ പറ്റും, ആർക്കൊക്കെ ഇളവുണ്ട് എന്നൊക്കെ നോക്കാം. അത് കഴിഞ്ഞ് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ ഡേറ്റുകളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്, പിന്നെ ഫൈനലായിട്ട് എക്സാം ഹാളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും എല്ലാം ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? എന്താണ് ഈ KTET? സിമ്പിളായിട്ട് പറഞ്ഞാല് കേരളത്തിൽ ഒരു ടീച്ചർ ആവുക എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ആ ഒരു യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പാണിത്. നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമമൊക്കെ അനുസരിച്ച് കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഒരു മിനിമം ക്വാളിറ്റി വേണം. വെറുതെ ആർക്കും വന്ന് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ നിങ്ങളുടെ കഴിവും ടീച്ചിങ്ങിനോടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡും ഒക്കെ അളക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് ഈ KTET. ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ ലെവലിലൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഈ ടെസ്റ്റ് പാസ്സാവുന്നത് നിർബന്ധമാണ്. KTETന് ശരിക്കും 4 കാറ്റഗറികളുണ്ട്. ഓരോന്നും ഓരോ ലെവൽ ടീച്ചേഴ്സിന് വേണ്ടിയുള്ളതാണ്. കാറ്റഗറി 1 എന്ന് പറയുന്നത് ലോവർ പ്രൈമറി ക്ലാസുകൾക്ക് വേണ്ടിയുള്ളതാണ്. കാറ്റഗറി 2 ആണെങ്കിൽ അപ്പർ പ്രൈമറി ക്ലാസുകൾക്ക്. പിന്നെ കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസുകൾക്ക്. ഇനിയൊരു 4ാമത്തെ കാറ്റഗറി കൂടിയുണ്ട്. അതേ ലാംഗ്വേജ് ടീച്ചേഴ്സില്ലേ, അറബിക്, ഹിന്ദി, സംസ്കൃതം, ഉറുദു, അതുപോലെ സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ്, ആർട്ട്, ക്രാഫ്റ്റ് ഒക്കെ പഠിപ്പിക്കുന്നവർ, അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും കുറച്ചുകൂടി ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം ഇത് നിങ്ങളുടെ യോഗ്യതകളെയും എക്സെംഷൻ, അതായത് ഇളവുകളെയും പറ്റിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ടെൻഷനടിക്കുന്ന പോലെ KTET എഴുതേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. അതാൾക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഈ KTET പരീക്ഷ എഴുതുന്നതിൽ നിന്ന് എന്തെങ്കിലും ഇളവുണ്ടോ? നിങ്ങളുടെ കയ്യിലെ ഈ പറയുന്ന യോഗ്യതകൾ ഏതെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. CTET, നെറ്റ്, സെറ്റ് അല്ലെങ്കിൽ MPhil, PhD, MEd ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായ ആളാണോ നിങ്ങൾ? ആണെങ്കിൽ നിങ്ങൾ KTET എഴുതേണ്ട. അതുപോലെ വേറെയും ഇളവുകളുണ്ട്. KTET കാറ്റഗറി 3 പാസ്സായ ആൾക്ക് കാറ്റഗറി 2 എഴുതേണ്ടതില്ല. അതുപോലെ കാറ്റഗറി 3 പാസ്സായ ലാംഗ്വേജ് ടീച്ചേഴ്സിന് കാറ്റഗറി 4 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ സമയവും പണവും ലാഭിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇളവൊന്നുമില്ല, എന്തായാലും പരീക്ഷ എഴുതണം എന്ന് ഉറപ്പിച്ചോ? ഒരു പേടിയും വേണ്ട. എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുക. KTET.kerala.gov.in. അവിടെ കയറി ആദ്യം രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ പേരും വിവരങ്ങളുമൊക്കെ തെറ്റാതെ കൊടുക്കുക. പിന്നെ അവർ പറയുന്ന അളവിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുക. SBI ഇ-പേയ്മെന്റ് വഴിയാണ് അടയ്ക്കേണ്ടത്. എല്ലാം കഴിഞ്ഞാൽ ഫൈനൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് ഒന്നുകൂടി കൊടുത്ത വിവരങ്ങളെല്ലാം ശരിയാണോന്ന് ചെക്ക് ചെയ്യണം. കാരണം പിന്നെ മാറ്റാൻ പറ്റില്ല. അവസാനം ആ ആപ്ലിക്കേഷന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. ഇനി ഫീസിന്റെ കാര്യം. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. എന്നാൽ SC/ST കാറ്റഗറിയിൽ വരുന്നവർക്കും അതുപോലെ ഭിന്നശേഷിയുള്ളവർക്കും ഫീസിൽ ഇളവുണ്ട്. അവർക്ക് 250 രൂപ അടച്ചാൽ മതി. അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണിയാവും. ഒന്നാമത്തെ കാര്യം, ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് മാത്രമേ പറ്റൂ. അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് പരീക്ഷാഭവനിലേക്ക് അയച്ചു കൊടുക്കരുത്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ തന്നെ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഒരിക്കൽ നിങ്ങൾ കൺഫേം കൊടുത്താൽ പിന്നെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വരുന്നത് നിങ്ങൾ കൊടുത്ത വിവരങ്ങൾ വെച്ചായിരിക്കും. അതുകൊണ്ട് എല്ലാം ഡബിൾ ചെക്ക് ചെയ്യുക. പിന്നെ ആ കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പറും ഐഡിയും എവിടെയെങ്കിലും ഭദ്രമായി എഴുതി വെക്കുക, അത്യാവശ്യം വരും. അടുത്തത് ഡേറ്റുകൾ. ഇത് വളരെ പ്രധാനമാണ്. ഒരു ഡേറ്റ് പോലും മിസ്സാവരുത്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കാലണ്ടറിലോ ഫോണിലോ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ശ്രദ്ധിച്ചോളൂ, ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ഡിസംബർ 22-നാണ്. ഓൺലൈനായി അപ്ലൈ ചെയ്യാനും ഫീസ് അടയ്ക്കാനുമുള്ള അവസാന ദിവസം ഡിസംബർ 30-ആണ്. ആപ്ലിക്കേഷൻ പ്രിന്റ് ഔട്ട് എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും ഡിസംബർ 30 തന്നെ. ഒരുപാട് സമയമില്ല, ശ്രദ്ധിക്കണം. പിന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഫെബ്രുവരി 2 മുതൽ സൈറ്റിൽ കയറി നോക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ ഒക്കെ ചെയ്തു, ഹാൾ ടിക്കറ്റും കിട്ടി. ഇനി ഫൈനൽ സ്റ്റേജ്, എക്സാം ഡേ. പരീക്ഷാ ദിവസം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഹാളിൽ കയറുമ്പോൾ എന്തൊക്കെ കയ്യിൽ കരുതണം? അതൊക്കെ നോക്കാം.
പരീക്ഷയുടെ ടൈം ടേബിൾ ഇതാണ്. കാറ്റഗറി 1ഉം 2ഉം ഫെബ്രുവരി 21 ശനിയാഴ്ചയാണ്. രാവിലെ 10 മണി മുതൽ 12:30 വരെ കാറ്റഗറി 1ഉം ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ കാറ്റഗറി 2ഉം. ഇനി കാറ്റഗറി 3ഉം 4ഉം എഴുതുന്നവർക്ക് ഫെബ്രുവരി 23 തിങ്കളാഴ്ചയാണ് പരീക്ഷ. രാവിലെ കാറ്റഗറി 3ഉം ഉച്ചയ്ക്ക് ശേഷം കാറ്റഗറി 4ഉം. എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മസ്റ്റാണ്. 1. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്. 2. നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ഏത് ID കാർഡാണോ കൊടുത്തത് അതിന്റെ ഒറിജിനൽ. ഫോട്ടോ കോപ്പിയൊന്നും പോരാ, ഒറിജിനൽ തന്നെ വേണം. ID കാർഡ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഹാളിൽ കേറ്റില്ല, അത് പ്രത്യേകം ഓർക്കുക. പിന്നെ ഫോട്ടോയുടെ കാര്യം. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ സെൽഫിയോ ക്ലിയർ അല്ലാത്തതോ ഒന്നും അല്ലാന്ന് ഒന്നും കൂടി ഉറപ്പിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്. ഇത് നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നതാണ്. നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതി പാസ്സായി, പക്ഷേ പിന്നീട് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ പറയുന്ന യോഗ്യത ഇല്ലെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കേറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടോ എന്ന് 100% ഉറപ്പുവരുത്തുക. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോ എല്ലാം ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. നല്ല ആത്മവിശ്വാസത്തോടെ തയ്യാറെടുക്കൂ. എല്ലാവർക്കും വിജയാശംസകൾ.